പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്രിഷ് അച്ഛനുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം മഹി അറിഞ്ഞതിനെ തുടർന്ന് ഇത് എത്രയും പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെറുതെ അച്ഛനുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നും കുറച്ചുനാൾ കൺമണി എങ്ങനെയാണ് ഓഫീസിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് നോക്കി അതിനുശേഷം അവളെ തന്ത്രത്തിൽ പുറത്താക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതിന് അതിനുള്ള അവസരം നമുക്ക് തന്നെ ലഭിക്കുമെന്നും അതുവരെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മഹി. ഇപ്പോൾ ഈ അവസരം നമ്മൾ കൃത്യമായി മുതലാക്കുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കാനും സാധിക്കും എന്ന് വ്യക്തമാക്കുന്ന മഹി കൃഷിനെ ഇതേ തുടർന്ന് ഉപദേശിച്ച് തൽക്കാലത്തേക്ക് കൂളാക്കുന്നു. എന്തായാലും ഇനി പേടിക്കാതെ നീ ഇപ്പോൾ തിരിച്ചു പോകാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃഷിനോട് മഹി. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ് തനിക്ക് ഒരു ഉമ്മ മാനസ തന്നുവെന്നും അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് അവൾ കരുതിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ആവശ്യമില്ലാതെ ഇപ്പോൾ മാനസയുടെ കാര്യത്തിൽ എടുത്ത് ചാടേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന മഹി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം കൺമണി ഓഫീസിലേക്ക് വന്നതിനെ തുടർന്ന് പുതിയ മാറ്റങ്ങൾ വന്നു സംഭവിക്കുകയാണ്. സാഗർ കൺമണിയോട് കൃഷിന്റെ അതൃപ്തിയെ പറ്റി തുറന്നു പറയുന്നു. പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കൺമണി ചെയ്യുന്നത്. ഇതിനിടയിൽ മനോജ് തിരികെ എത്തുകയും ചെയ്യുന്നു. കൺമണി വീണ്ടും ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മനോജ് വളരെയധികം സന്തോഷിക്കുന്നു. നീ എടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരി തന്നെയാണ് എന്നും ജോലി ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുറച്ചിലും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മനോജ് അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇതോടെ കൺമണി വളരെയധികം സന്തോഷിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് കൺമണി തീരുമാനിക്കുന്നത് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് അതിന് പിന്നിലെ കാര്യമെന്ന് കൺമണിയോട് ചോദിക്കുന്നു മനോജ്. ഇതോടെ മനോജ് ഉത്തരം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ഒന്ന് ഭയന്നു പോവുകയാണ്. ഈ കാര്യം അറിയാനിടയാകുന്ന ധനലക്ഷ്മിയും സത്യങ്ങൾ അറിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടിയെപ്പറ്റി ആലോചിച്ച് ഞെട്ടിപ്പോവുകയും തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നതിനായി മനോജിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ മനോജിന് സംശയം കൂടുകയാണ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് കൺമണിയോട് സത്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും കൺമണി മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി പോവുകയാണ്. ശ്രീനിവാസന് ഇതേ തുടർന്ന് കൂടുതൽ വയ്യാതാവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ മനോജ് നിൽക്കുമ്പോഴാണ് മനോജിനോട് സത്യം ഞാൻ പറയാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഗോകുൽ വരുന്നത്. ഇതോടെ എന്താണ് നടന്നത് എന്ന് തുറന്നു പറയണമെന്നും ഒന്നും ഒളിച്ചു വെക്കരുത് എന്നും ഗോകുലിനോട് മനോജ് പറഞ്ഞതിനെ തുടർന്ന് അന്ന് അച്ഛൻ പോയതിന് ശേഷം കാറ്ററിംഗ് സർവീസിന് വേണ്ടി കൺമണിയും ശ്രീനിവാസനും പോയിരുന്നുവെന്നും അവിടെ വെച്ച് ചെറിയ ഹാർട്ട് അറ്റാക്ക് ശ്രീനിവാസന് ഉണ്ടായതായി പറയുകയും ചെയ്യുന്നു. സഹായത്തിനായി ധനലക്ഷ്മിയെ വിളിച്ചുവെന്നും പക്ഷേ അമ്മ പൈസ കൊടുക്കുന്നതിന് തയ്യാറായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ മരുന്നിനുള്ള പൈസയും ഡിസ്ചാർജിന് വേണ്ടിയുള്ള പൈസയുമെല്ലാം കൺമണി കണ്ടെത്തിയത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് മനോജ്. ഇത് എന്തുകൊണ്ടാണ് പിന്നെ തന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്നുള്ള ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് അത് അമ്മ കാരണം തന്നെയാണ് എന്നും ധനലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൈസ ചോദിച്ചുകൊണ്ട് മനോജിനെ വിളിക്കുകയാണ് എങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും വിളിക്കരുത് എന്നുള്ള ശക്തമായ താക്കീതും നൽകിയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പൈസയുടെ കാര്യത്തിൽ അമ്മയുടെ
സ്വഭാവം അറിയാമല്ലോ എന്ന് മനോജ് ചോദിച്ചതിനെ തുടർന്ന് ഞാനിവിടെ ഉള്ളപ്പോൾ അവൾ അങ്ങനെയൊന്നും കാണിക്കാറില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ ധനലക്ഷ്മിയുടെ ആക്ടിംഗ് ആണ് എന്നും ധനലക്ഷ്മി മാത്രമല്ല അമ്മായിമാരും വളരെ മോശമായിട്ടാണ് കൺമണിയോടും ശ്രീനിവാസനോടും പെരുമാറുന്നത് എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ഗോകുൽ. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ഗോകുൽ അല്ല മനോജ് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല തന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ കൺമണി മറച്ചു വെച്ചല്ലോ എന്നുള്ള വിഷമവും മനസ്സിലുണ്ടാകുന്നു. ഉടൻ തന്നെ തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്ന മനോജ് താൻ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയും ഒരു മകനായിട്ട് ഇത്രയും കാര്യങ്ങൾ തന്നോട് മറച്ചു വയ്ക്കാൻ എങ്ങനെ തോന്നി എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു. കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക എന്നും നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞാനും ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ശ്രീനിവാസൻ ഒടുവിൽ ക്ഷമ ചോദിച്ചതുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഇതോടെ ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മനോജ്. പക്ഷേ ധനലക്ഷ്മിയെ ഒന്നും ചെയ്യരുത് എന്ന് കൺമണിയും ശ്രീനിവാസനും പറയുന്നുവെങ്കിലും അതൊന്നും കേൾക്കാതെ മുന്നിലേക്ക് പോകുന്ന മനോജ് ധനലക്ഷ്മിയെ ചെന്ന് കാണുകയും മുഖത്ത് അടിക്കുകയും ചെയ്യുന്നു. എന്തിനാടി എൻ്റെ അച്ഛനെയും സഹോദരിയെയും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും നിനക്ക് പൈസയല്ലേ വേണ്ടത്, എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും നീ എടുത്തോ എന്ന് പറഞ്ഞ് പോക്കറ്റിലുണ്ടായിരുന്ന പൈസയെല്ലാം എടുത്ത് ധനലക്ഷ്മിയുടെ മുഖത്തേക്ക് മനോജ് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല ഇനി മുതൽ നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള ഭീഷണിയും മനോജ് മുഴക്കിയത് ധനലക്ഷ്മിയെ ആകെ നടുക്കിക്കളയുന്നു. ഇതോടെ തൻ്റെ കള്ളത്തരം പുറത്തു വന്നു എന്ന് ധനലക്ഷ്മി മനസ്സിലാക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.